നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് പാകിസ്ഥാൻ. IMF-ൽ നിന്നും അടക്കം വായ്പ കിട്ടുമോ എന്ന ആലോചനയിലാണ് ഇവർ. ഇതിനിടയിൽ പാകിസ്ഥാൻ ആശ്വാസം പകർന്നൊരു വാർത്ത പുറത്തുവരുന്നുണ്ട്. പാകിസ്ഥാനിൽ സിന്ധു നദിയിൽ നിന്ന് വൻ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു. കണ്ടെത്തിയ സ്വർണം ശേഖരം ഏകദേശം 80,000 കോടി രൂപ വിലമതിക്കുന്നുവെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പഞ്ചാബ് പ്രവിശ്യയിലെ അച്ചോക് ജില്ലയിൽ സർവേക്കിടെയാണ് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രാജ്യത്തിന് സാമ്പത്തിക രക്ഷാമാർഗമായി ഈ കണ്ടെത്തൽ മാറാനാണ് സാധ്യത. സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള നാഷണൽ എഞ്ചിനീയറിംഗ് സർവീസ് ഏജൻസിയും പഞ്ചാബിലെ മൈനിംഗ് ആൻഡ് മിനറൽ വകുപ്പും ചേർന്ന ഇവിടെ ഉടൻ ഖനന പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഹിമാലയത്തിൽ നിന്നുള്ള ഈ സ്വർണ്ണ നിക്ഷേപം സ്വർണ്ണക്കട്ടികളായി നദിയിൽ അടിഞ്ഞുകൂടുന്നുവെന്നും സംഭവത്തിൽ ഭൂമിശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെട്ടു. ചരിത്രപരമായി പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണ് സിന്ധു നദീ തടമേഖല. കൃത്യമായി ഖനനം ചെയ്തെടുക്കാനായാൽ പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രതിസന്ധിയും പിന്നാക്കാവസ്ഥയും ഇതോടെ അവസാനിക്കുമെന്നാണ് റിപ്പോർട്ട്. വമ്പൻ സ്വർണ്ണഖനി കണ്ടെത്തിയ വാർത്ത ഡോൺ ന്യൂസാണ് റിപ്പോർട്ട് ചെയ്തത്. പഞ്ചാബിലെ അച്ചോക്കിൽ സർക്കാർ നടത്തിയ സർവേയിലാണ് കണ്ടെത്തലെന്നാണ് റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നത്. വിഭജനകാലത്ത് പാകിസ്ഥാനിലായപ്പോൾ സിന്ധു നദിയുടെ ഭാഗത്താണ് സ്വർണ്ണ നിക്ഷേപമുള്ളത്. നദിയുടെ ഒഴുക്കിനെ തുടർന്ന് സ്വർണ്ണത്തരികൾ ഒന്നെങ്കിൽ പരന്ന് ഘനീഭവിച്ച നിലയിലോ അല്ലെങ്കിൽ വൃക്കാകൃതിയിലോ കാണപ്പെടാമെന്നാണ് ജിയോളജിസ്റ്റും പറയുന്നത്. ധാതുക്കളാൽ സമ്പന്നമായ സിന്ധു നദിയിൽ വൻതോതിൽ സ്വർണവും മറ്റ് വിലയേറിയ ലോഹങ്ങളും ഉണ്ടെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാന്റെ കണക്കനുസരിച്ച് 2024 ഡിസംബർ വരെ പാകിസ്ഥാന്റെ കൈവശമുള്ള സ്വർണം $5.43 മില്യൺ ആണ്. വിലക്കയറ്റവും കറൻസിയുടെ ഷെയ്ക്കലും കാരണം വലയുന്ന പാകിസ്ഥാന് ആശ്വാസം പകരുന്നതാണ് പുതിയ കണ്ടെത്തൽ. സ്വർണ്ണ ഖനനത്തിനായി കൃത്യമായ പദ്ധതി തയ്യാറാക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്താൽ അതുവഴി വൻതോതിലുള്ള വിദേശ നിക്ഷേപവും പാകിസ്ഥാനിലേക്ക് എത്തുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. കൃത്യമായി ഖനനം ചെയ്യുകയും അതിന്റെ തുടർ മേൽനോട്ടവും നടത്താനായി പാകിസ്ഥാന്റെ വിദേശ കരുതൽ ധനവും വർദ്ധിക്കും. നിലവിൽ തെക്കേ ഏഷ്യൻ രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും കുറവ് സ്വർണവും കൂടുതൽ ശേഖരമായുള്ള രാജ്യം പാകിസ്ഥാനാണ്. ഫലപ്രദമായ ആസൂത്രണത്തിലൂടെ ഇത് മറികടക്കാൻ സാധിക്കുമെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നു. നാഷണൽ എഞ്ചിനീയർ സർവീസ് പാകിസ്ഥാനും പഞ്ചാബിലെ മൈനിംഗ് ആൻഡ് മിനറൽസ് വകുപ്പും സംയുക്തമാകുന്ന ഖനനത്തിന് നേതൃത്വം നൽകുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.